കഴിഞ്ഞ നമ്മൾ കുറേ കാലത്തൊരു സ്വപ്നമായിരുന്നു നമ്മൾ ഈ ഒരു വീട് എന്നുള്ളത്. അപ്പം കഴിഞ്ഞൊരു 2 വർഷമായിട്ട് കംപ്ലീറ്റ് ചെയ്തൊരു പ്രൊജക്റ്റാണിത്. എൻ്റെ പേര് ശ്രീഹരി. ഞാൻ ജോലി ചെയ്യുന്നത് ദുബായിലൊരു പെട്രോകെമിക്കൽ കമ്പനിയിലാണ്. നമ്മൾ ഈ ഇൻറ്റീരിയർ വരുമ്പോഴേക്കും നമ്മൾ കുറേ ആൾക്കാർ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ബെറ്ററായി തോന്നുന്നു ഓക്സ്ലാൻഡ് ഇൻറ്റീരിയേഴ്സാണ്. നമ്മളെ ബ്രദറിൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ അങ്ങനെ കെയർ ഓഫിൽ വന്നതാണ്. 3-4 ആൾക്കാർ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഇനീഷ്യലി ഇപ്പോൾ ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് മുന്നേ. അപ്പോൾ കുറച്ചും കൂടി ഒരു വർക്കൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഓക്സ്ലാൻഡിന് കൊടുക്കുന്നത്. അപ്പോൾ ഇതിപ്പം നല്ല രീതിയിൽ തന്നെ ഓക്സിഡൻറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ഇൻറ്റീരിയറിൻ്റെ ഡിസൈൻ ഇതൊക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഇവരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മൾ പറഞ്ഞ രീതിയിലുള്ളൊരു ഇതൊക്കെ ഡിസൈനാണ് വരച്ച് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വെച്ച് നമ്മൾ നെക്സ്റ്റ് ലെവൽ കൊട്ടേഷനിലേക്ക് പോയി. പിന്നെ അതുമാതിരി അവരെ പ്രൊഡക്ഷൻ യൂണിറ്റ് നമ്മൾ കണ്ട്. അപ്പോൾ അവിടെ അവരെങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നുള്ളതൊക്കെ നമ്മൾ ബോധ്യപ്പെടുത്തി. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഫുൾ ഫ്ലോയിലേക്ക് പോകുന്നത്. അപ്പോൾ ആ ഡിസൈൻ ഡ്രോയിങ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സാറ്റിസ്ഫൈഡ് ആയി. അപ്പം 3D മാതിരി അവർ ചെയ്ത് കംപ്ലീറ്റ് നമുക്ക് ഒരു വിഷ്വലൈസേഷൻ കിട്ടി നമുക്ക് ഫസ്റ്റ് എങ്ങനെയാണ് നമ്മളെ വീട് വേണ്ടത് എന്നുള്ളത്. അപ്പോൾ അത് വെച്ച് നമ്മൾ പ്രൊസീഡ് ചെയ്യായിരുന്നു. അപ്പോൾ ഓരോരോ സ്റ്റേജിലും ഇവരിങ്ങനെ നമ്മളെ കാണിക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ വരച്ചിട്ട് ഇത് ഈ ഒരു പൊസിഷനിങ് എവിടെയായിരുന്നു കറക്റ്റാവും എന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ നമ്മളത് ഫോളോ ചെയ്ത് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തതിന് ശേഷമാണ് നമ്മളങ്ങനെ ഓരോരോ സ്റ്റേജ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ പുറത്തായത് കാരണം നമുക്ക് ഡയറക്റ്റ് ഇത് ചെയ്യാൻ പറ്റില്ല. നമ്മളെ ബ്രദറായിരുന്നു ഇവിടെ നിന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാ സമയത്തും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെ ഐഡിയ അങ്ങനെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ മാറ്റിച്ച് ഓരോ രീതിയിൽ ഇങ്ങനെ സ്റ്റേജ് വൈസ് ഇതാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യിപ്പിച്ചത് ഇപ്പോഴായിട്ട്. എൻ്റെ പേര് ധന്യ. ഞങ്ങൾ ഫാമിലിയായിട്ട് ദുബായിലായതുകൊണ്ട് ഇവരുടെ എല്ലാ ഡീറ്റെയിൽസും വാട്സപ്പ് ത്രൂ ആണ് കണ്ടത്. പിന്നെ ഓരോരോ ഡീറ്റെയിൽസ് അവർ വാട്സപ്പിൽ ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കിച്ചണിൻ്റെ ഓരോ ഡീറ്റെയിലിങ്സും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഓരോരോ ഇഷ്ടങ്ങളും നമ്മൾ അവരുമായിട്ട് വാട്സപ്പ് ത്രൂ ആണ് ഷെയർ ചെയ്തത്. പിന്നെ ഇവിടെ വന്ന് നോക്കിയപ്പം അത് നമ്മളെ പ്രതീക്ഷിച്ചതിലും നല്ലതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഓരോരോ ബെഡ്റൂമിൻ്റെ കാര്യമാണെങ്കിലും പിന്നെ കിച്ചണിൻ്റെ കാര്യമാണെങ്കിലും നന്നായി ഇഷ്ടപ്പെട്ടു.
എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ. ഞാൻ ഉദനൂരിലാണ് സ്ഥലം. ഈ ഓക്സ്ലാൻഡ് ഇൻറ്റീരിയേഴ്സിൻ്റെ ഇവരെ എനിക്ക് മുമ്പേ പരിചയമുണ്ടായിരുന്നു. ഒരുപാട് വർഷത്തെ പരിചയത്തിൻ്റെ പുറത്താണ് ഞാനവരെ ഈ വർക്ക് ഏൽപ്പിച്ചത്. ഓക്സ്ലാൻഡ് ഇൻറ്റീരിയർ നമ്മൾ വർക്ക് അവരെ ഏൽപ്പിച്ചതിന് ശേഷം അവരെ പ്രൊഡക്റ്റിനെ പറ്റി നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി അവരെ ഫാക്ടറിയിൽ പോയി നമ്മളെല്ലാ കാര്യങ്ങളും കണ്ട് ഇഷ്ടപ്പെട്ട് ഓരോ കാര്യത്തിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഓരോന്ന് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് അവരെ ഫാക്ടറി പോയപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് പഠിക്കാൻ വേണ്ടി പറ്റി. അപ്പോൾ നമുക്കിവിടെ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അവരെ ഏൽപ്പിച്ചതിന് ശേഷം ഒരു ടെൻഷനും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അവസാനം ഫിനിഷിംഗ് വർക്ക് വരെ അപ്പോൾ അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എൻ്റെ പേര് ഗീത എന്നാണ്. ഞാൻ ശ്രീഹരിയുടെ അമ്മയാണ്. അവൻ ദുബായിലായതുകൊണ്ട് ഞങ്ങളന്ന് വീടിൻ്റെ പണികളെല്ലാം അടുപ്പിച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് വർക്കൊക്കെ നോക്കാറുണ്ട്. പിന്നെ എല്ലാ വർക്കുകളും നല്ലതായിട്ടുണ്ട്. പൂജാമുറി, റൂമുകൾ എല്ലാം നല്ല സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെ മുമ്പേ നമുക്ക് പരിചയമില്ലതാണ്. അപ്പോൾ 6-7 വർഷം മുമ്പേ എൻ്റെ ഇളയ മകൻ്റെ വീട് ഇവരാണ് ആക്കിയത്. അപ്പോൾ വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഇവരെ തന്നെ ആക്കാൻ കാരണമായത്. അപ്പോൾ നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്.